അധിക്ഷേപത്തിൽ അറസ്റ്റ്. വ്യാജ ചിത്രങ്ങൾ നിർമ്മിച്ചെടുത്ത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ അപകീർത്തിപ്പെടുത്തിയ കേസിലാണ് പെരിന്തൽമണ്ണ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് റോഷനെ പെരിന്തൽമണ്ണ പോലീസ് പിടികൂടിയിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോയമ്പത്തൂരിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ തന്ത്രപൂർവ്വം മലപ്പുറം അങ്ങാടിപ്പുറത്തേക്ക് വിളിച്ചു വരുത്തിയാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കലാപശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വ്യാജമായി നിർമ്മിച്ചെടുത്ത ചിത്രങ്ങളൊക്കെ തന്നെ പുറത്തുവിടാതിരിക്കാൻ 15 കോടി രൂപയായിരുന്നു പ്രതി ആവശ്യപ്പെട്ടിരുന്നത്. ഈ സംഭവങ്ങളിലൊക്കെ തന്നെ പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിവരികയാണ്. നിലവിൽ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുമുണ്ട്. ഇക്കഴിഞ്ഞ ജനുവരി മാസത്തിലാണ് ഈ ഒരു സംഭവങ്ങളുടെ തുടക്കം. വ്യാജമായി നിർമ്മിച്ചെടുത്ത ഫോട്ടോകളും ചിത്രങ്ങളും കയ്യിൽ വെച്ചുകൊണ്ടായിരുന്നു ഈ മുഹമ്മദ് റോഷൻ ആദ്യഘട്ടത്തിൽ പാണക്കാട് കുടുംബാംഗങ്ങളെ സമീപിക്കുന്നത്. പാണക്കാട് മൊയ്ൻ അലി ശിഹാബ് തങ്ങളെ വിളിക്കുന്നു. തന്റെ പക്കൽ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഇത്തരത്തിലുള്ള നിരവധി ചിത്രങ്ങളുണ്ട്, വീഡിയോകളുണ്ട്, അത് പുറത്തുവിടാതിരിക്കണമെങ്കിൽ 15 കോടി രൂപ നൽകണമെന്നുള്ളതായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. മൊയ്ൻ അലി തങ്ങൾ പെരിന്തൽമണ്ണയിലെ ഒരു വ്യാപാര സ്ഥാപനത്തിലെത്തി ഈ റോഷനോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞതിനോടെ ആ രീതിയിൽ പരിഗണിക്കാൻ പാണക്കാട് കുടുംബാംഗങ്ങൾ തയ്യാറായിരുന്നില്ല. സ്വാഭാവികമായിട്ട് വ്യാജമായി നിർമ്മിച്ചെടുത്താണെന്ന് തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അവർ അതിന് മുതിരാതിരുന്നത്. മാസങ്ങൾക്കിപ്പുറമാണ് മുഹമ്മദ് റോഷൻ, ഒരു ഷാനു എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്കിൽ ഒരു വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കിക്കൊണ്ട് ഈ ചിത്രങ്ങൾ പുറത്തുവിടുന്നത്. പൂർണ്ണമായിട്ടും വ്യാജ നിർമ്മിതിയിലൂടെ ഉണ്ടാക്കിയെടുത്ത ഈ ചിത്രങ്ങൾ പല രീതിയിലുള്ള വിഷയങ്ങൾ ഉൾപ്പെടുത്തിയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചിരുന്നത്. തൊട്ടു പിന്നാലെ മലപ്പുറം സൈബർ പോലീസിന് മുസ്ലിം ലീഗ് ഒരു പരാതി കൊടുത്തിരുന്നു. ആ കേസ് അന്വേഷണം സമാന്തരമായിട്ട് നടക്കുന്നുണ്ട്. അതിനിടയിലാണ് മൊയ്ൻ അലി തങ്ങൾ സ്വാഭാവികമായിട്ടും അന്ന് ബ്ലാക്ക് മെയിലിംഗ് നടത്തിയത് മുഹമ്മദ് റോഷനാണെന്ന് സംശയിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം SP-ക്കാണ് ആദ്യഘട്ടത്തിൽ പരാതി കൊടുത്തത്. പിന്നീട് ആ പരാതി പെരിന്തൽമണ്ണ പോലീസിന് കൈമാറി. പെരിന്തൽമണ്ണ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് മുഹമ്മദ് റോഷനെ അങ്ങാടിപ്പുറത്ത് വെച്ച് അറസ്റ്റ് ചെയ്തത്. നിലവിൽ 7ഓളം കേസുകൾ മുഹമ്മദ് റോഷനെതിരെയുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇയാൾ കപ്പ കേസിൽ ഉൾപ്പെട്ട പ്രതി കൂടിയാണ്. ബ്ലാക്ക് മെയിലിംഗ് ഉൾപ്പെടെയുള്ള സമാന സ്വഭാവത്തിലുള്ള നിരവധി കേസുകൾ ഇയാൾക്കെതിരെയുണ്ട് എന്നുള്ളതാണ് പോലീസും ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ വ്യാജമായി നിർമ്മിച്ചെടുത്ത ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അപകീർത്തിപ്പെടുന്ന രീതിയിലുള്ള ഈ പ്രചാരണം നടത്തിയ സംഭവത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നുള്ളതും പോലീസ് വിശദമായിട്ട് അന്വേഷിച്ചു വരികയാണ്. മലപ്പുറത്തുനിന്നും റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ റിപ്പോർട്ടർ.